ശക്തമാകണം. ഞാൻ ഇന്നലെയും ശ്രീമതി പത്മജ വേണുഗോപാൽ പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ പ്രതികരിച്ചത്. ഞാൻ അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, ഇത് കേരളത്തിലെ CPM പങ്കുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു റിട്ടയേർഡ് IPS ഓഫീസർ, ഇപ്പോഴും അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആണ് BJPയുമായിട്ട് ഇതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. കാരണം ഇങ്ങനെ ഒരാൾ അപ്പം തന്നെ ഇന്നലെ ഏറ്റവും സന്തോഷം ഇന്നലെ CPM നേതാക്കന്മാർക്കായിരുന്നു. കാരണം ഒരു കോൺഗ്രസ് നേതാവ് BJPയിലേക്ക് പോയി എന്നുള്ളതിൻ്റെ ആഹ്ലാദം. കാരണം അത് കോൺഗ്രസിനെ മാനസികമായി കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ വിഷമമുണ്ടാക്കും, അത് ഞങ്ങളെ ദുർബലപ്പെടുത്തും എന്നൊക്കെയുള്ളൊരു കണക്കുകൂട്ടല്ല. അത് ഞാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോട് പറയണം, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങളതിൻ്റെ മറുപടി, ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കത് ബോധ്യമുണ്ടാകും. കറക്റ്റായിട്ട് ആരാണ് സംഘപരിവാറായിട്ട് പോരാടുന്നത് എന്ന് കൃത്യമായി ബോധ്യമാവും. ആരാണ് സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവും. ഇനി എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ റിസൾട്ട് വരുമ്പോൾ അത് പൂർണ്ണമായി ബോധ്യം. അതായത് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ നിന്ന് ആളുകളെ BJPയിലേക്ക് ഈ ഒരു കേസിൽ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ഡൽഹിയുമായിട്ട് ചില ബന്ധങ്ങളുണ്ടല്ലോ, സംഘപരിവാറുമായിട്ട് ചില ഇടനിലക്കാരുണ്ട് അദ്ദേഹത്തിന്. അതിൽ ഒരു ഇടനിലക്കാരനാണ് ഞാൻ ഈ പറഞ്ഞ ആൾ. അദ്ദേഹമാണ് ഇടപെട്ടത് ചെയ്തിരിക്കുന്നത്. ഞാൻ കയ്യിൽ വിരോധമൊന്നുമില്ല. അല്ലല്ല, നമ്മളിത് പോകുമ്പോഴല്ലേ നമ്മൾ അറിയണം. അതിനുമ്പ് നമ്മളോട് പറഞ്ഞിട്ടല്ലോ ആരും പോകുന്നത്. ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു, അവർക്ക് പരാതി പറയാനുള്ള ഒരു അവസരവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പരാതി പറയാൻ സാധാരണയിൽ കവിഞ്ഞ അനർഹമായി അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. എത്രയോ വനിതാ കോൺഗ്രസ് നേതാക്കൾ, മഹിളാ കോൺഗ്രസ് നേതാക്കൾ എത്രയോ കഷ്ടപ്പെട്ട് കേരളം മുഴുവൻ ഓടി നടക്കുന്ന അവരോട് പോലും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്ത നീതി ഇവരോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും ഒരു കാരണം അത് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ ഒരു മൂത്ത സഹോദരിയെ പോലെയാണ്. കാരണം വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, കരുണാകരൻ്റെ മകളാണെന്നുള്ള ഒരു പ്രത്യേക ഒരു പ്രിവിലേജ് അവർക്ക് എപ്പോഴും കൊടുത്തിരുന്നു. അവരെന്ത് പറയാനും നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു. മനസ്സിലായി? ഇത് ഞങ്ങൾക്ക് കൂടി ചില അനുഭവ പാഠങ്ങളാണ്. അനർഹമായത് അനർഹരായവർക്ക് ഒന്നും ചെയ്തു. പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ